ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരു ബസ് യാത്ര നടത്താൻ പോകുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എവിടേക്കാണ് എന്നുള്ളത്, വേറെ എവിടേക്കും അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റിസ്മോന് മരണപ്പെട്ടിട്ട് അവൻ കുറച്ച് ദിവസം എന്നല്ല ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വിഷമമൊന്നും മാറിയിട്ടില്ല. അവൻ പോയി എന്നുള്ളൊരു സങ്കടം ഇനി മാറിയിട്ടില്ല കേട്ടോ. വിശ്വസിക്കാനേ പറ്റണില്ല. അപ്പോൾ അവൻ പഠിച്ച ദർസുത്തെ ഉസ്താദിൻ്റെ ഒരു ദിക്റ് ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ അതിന് ഞാനും ഉമ്മയും പോവുകയാണ്. അപ്പോൾ റിയാസ്ക വന്നില്ല, റിയാസ്കൊക്കെ വേറെ ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും അവിടെ വന്നു. ഉപ്പാൻ്റെ അടുത്ത് കുട്ടികളിനൊക്കെ ആക്കി കൊടുത്തിട്ട് പിന്നെ റിൻഷുമോളും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അങ്ങനെ വരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ബസ്സിൽ വരുന്നത്. അപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഉമ്മയും ഞാനും മാത്രമായതുകൊണ്ട്. പിന്നെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ ധൈര്യമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം റിയാസ്ഖാൻ്റെ വണ്ടിയിൽ ടൗണിൽ കൊണ്ടുവന്ന് വിട്ട് വന്നു. പിന്നെ അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ വിട്ട് വന്നതും വേഗം ബസ്സും കിട്ടി കേട്ടോ. വേഗം അപ്പം തന്നെ ബസ് വന്നു, പോകാൻ നിൽക്കുമായിരുന്നു. പിന്നെ അങ്ങനെ അതിൽ കയറി കുറച്ച് നേരം നമ്മുടെ മണ്ണാർക്കാട് നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ടല്ലോ, നമ്മുടെ മണലടി മസ്ജിദ് അവൻ പഠിച്ച സ്കൂളും മദ്രസയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ പള്ളി ഒന്ന് എന്താ പറയുക, സങ്കടം മറക്കാൻ ശ്രമിക്കാൻ വിശ്വസിക്കാനേ ആവുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതും വേറെ തെങ്ങിലേക്കുള്ളൊരു വണ്ടി കിട്ടിയിട്ടാണ്. ഒന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ നിസ്കാരമൊക്കെ ദിക്റും സ്വലാത്തൊക്കെ തുടങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ പഠിച്ച അവൻ പറയാനേ എന്താ കിട്ടണില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്നല്ലേ അവിടെ മരുന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നു കേട്ടോ. ഇതാണിപ്പോൾ എൻ്റെ ആങ്ങളുടെ വീട്. അപ്പോൾ അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടി ഒരു വീടാണ് കേട്ടോ. പിന്നെ ആരും ഒരു ഉഷാറിലെത്തിയിട്ടില്ല, കാരണം പെട്ടെന്നുള്ള ഒരു ഇതല്ലേ, ആർക്കും എന്താ പറയുക ഓർക്കാപ്പുറത്ത് പറ്റിയ ഒരു ഇതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നിൽക്കുന്ന ഒരു കാടിൻ്റെ നടുക്കലാണ് കേട്ടോ ആ വീട്. കുറച്ച് അങ്ങോട്ട് പോയാൽ വീടുകളുള്ളൂ, മൊത്തം തൊടി. പിന്നെ അങ്ങനെ കുറച്ച് വൃത്തിയാക്കിയ ഭാഗത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ സ്ഥലം വാങ്ങി എന്നൊക്കെ പറയുന്നത് കേട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. പിന്നെ ഇവിടെ ആദ്യം ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ ഇപ്പോൾ എൻ്റെ നാട്ടിൽ വെച്ച് പിടിപ്പിച്ച കേട്ടോ. പിന്നെ ഇതാണ് സിറ്റ് ഔട്ടും ഫ്രണ്ട് ഭാഗം. പിന്നെ സൈഡിലാണ് കേട്ടോ കിണർ, മുളകുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചീനി മുളകൊക്കെ നിറയുണ്ട്. പിന്നെ അത്യാവശ്യം 2-3 തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല, അൽഹംദുലില്ലാ. എന്തുണ്ടായിട്ട് എന്തായാലും നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. പിന്നെ വീടും ഇതൊക്കെ കണ്ടപ്പോൾ അവൻ്റെ റൂമും ഒക്കെ കണ്ടപ്പോൾ അവൻ്റെ ഒരു ഓർമ്മ വന്നു കേട്ടോ. അവൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് പറയാനേ പറ്റണില്ല. സ്ഥലം ഇതൊക്കെ കണ്ടപ്പോൾ അവൻ്റെ കുഞ്ഞുനാളിലുള്ള ഒരു ഓർമ്മ വന്നു എന്ന് തന്നെ പറയാം. വീടൊരിക്കലിന് വരുമ്പോൾ അമ്മായി എന്ന് വിളിക്കുന്നതും മനസ്സിൽ നിന്ന് മറക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. പക്ഷെ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ആരും ഇല്ലാണ്ട് വീടൊക്കെ ഉണങ്ങി കിടക്കുകയാണ്. അടുക്കളയിലും പാചകമൊന്നും ഇല്ലല്ലോ, എല്ലാവരും അവിടെയാണല്ലോ. അപ്പോൾ അവിടെ 40 ദിവസം ദിക്റും സ്വലാത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിനി കുറേ നേരം നിൽക്കുകയൊന്നുമില്ല കേട്ടോ. അവിടുന്ന് ഞാനും പോകും. റിയാസ്ക്ക് വേറെ ട്രിപ്പും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വണ്ടിയിൽ ഞങ്ങളങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെടിയിൽ നല്ല റോസാപ്പൂ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ റോസ് കണ്ടാൽ ഞാൻ കണ്ടപ്പോൾ വലിച്ച് തലയിൽ വെച്ചു. ഇവിടെ ക്ലിയർ ഉണ്ട് വീഡിയോ എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇതാട്ടോ ആങ്ങളുടെ വീട്. പള്ളിയിൽ സലാത്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സെഫിയാൻ്റെ തറവാട്ടിക്ക് പോയിട്ടാണ് മരിപ്പൊക്കെ എടുത്ത വീട്ടിൽ. പിന്നെ അവിടുന്ന് ഇവിടെ ആങ്ങളുടെ അടുത്ത് വന്നു കേട്ടോ. ഇവിടുന്ന് എന്തായാലും വന്നില്ലേ, അപ്പോൾ ആങ്ങളെ ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകാൻ കേട്ടോ. 40 കഴിഞ്ഞിട്ടാണ് അവരൊക്കെ ഇങ്ങോട്ട് വരുള്ളൂ. അവൻ പോയി ഇപ്പോഴും വിശ്വസിക്കാനേ പറ്റുള്ളൂ കേട്ടോ എനിക്ക്. ഞങ്ങൾ വല്ല പറഞ്ഞിരുന്ന ആളാണ്. ഞാൻ വന്നു, പഠിച്ചവൻ്റെ ഒരു ഇതില്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട കണ്ടിട്ടാണ് കേട്ടോ. പിന്നെ അവരൊക്കെ 40 കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ പൊന്നു മോന് വേണ്ടി ദുആ ചെയ്യുക എല്ലാവരും. ഇതൊക്കെ ദുആയിൽ ഉൾപ്പെടുത്താം കേട്ടോ. പക്ഷെ ഇതാണ് കേട്ടോ അവൻ്റെ ഒരു ശൂന്യമായൊരു അന്തരീക്ഷം. ക്ലിയറൊക്കെ ഉണ്ട്, ആരുമില്ല കേട്ടോ. ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒറ്റയ്ക്കായിരുന്നു 3 ദിവസം. സമ്മതിക്കണല്ലേ, ആരും ഇല്ലാണ്ടൊരു എന്താ പറയുക ശൂന്യം എന്ന് പറഞ്ഞാലും പോരാ. ഇതെൻ്റെ ആങ്ങളുടെ വണ്ടി കേട്ടോ. ശൂന്യം, നല്ല കാടാണ് ചുറ്റും. റോഡ് ഇവിടുന്ന് ഇങ്ങനെ കാണും കുറച്ചൊക്കെ. അവിടെ ഒരു തോടുണ്ട്, അവിടെ കുളിക്കാനൊക്കെ പോകും.
ഇങ്ങനെ കേട്ടോ ശൂന്യമായൊരു സ്ഥലമാണ്. നമുക്ക് മരിച്ചുപോയ ഒറ്റയ്ക്ക് ഇരിക്കണം, പേടിക്കണം പറ്റൂല. എന്നാലും ഉമ്മ ഇപ്പം മാത്രം ഇവിടെ അവർക്കും ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് കൂടി എൻ്റെ അടുത്തേക്ക് വന്നത്. ഇനിയിപ്പോൾ 40 കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരും, പിന്നെ എല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ